നീ അറിഞ്ഞാണോല്ലോ ഗുണ്ടകൾ ഇയാളെ കൊല്ലാൻ കൊണ്ടുപോയ കഥ. ഞാനൊന്നും അറിഞ്ഞില്ല. ഓ, ഇവരൊക്കെ പാവങ്ങളാ, ഒന്നും അറിയത്തില്ല. ഇത്തവണ ഇയാള് പരിക്കില്ലാതെ തിരികെ വന്നു. പരിക്ക് പറ്റിയത് ഇയാളെ കൊല്ലാൻ വന്ന ഗുണ്ടകൾക്കാ. അവന്മാരിപ്പോ ഇവളുടെ അച്ഛൻ കിടന്നിടത്ത് തന്നെ കിടപ്പുണ്ട്, ശരീരം ചതഞ്ഞ്. എല്ലാവർക്കും അറിയാലോ ഞാൻ കറകളഞ്ഞൊരു അയ്യപ്പ ഭക്തയാണെന്ന്. അങ്ങനെയുള്ളപ്പോ ഈ മണ്ഡലകാലത്ത് എനിക്കോ കണ്ണേട്ടനോ ഒരാപത്തും ഉണ്ടാവില്ല. അങ്ങനെ അയ്യപ്പനെ നീ ആവാഹിച്ച് വെച്ചിരിക്കുകയാണെങ്കി നിന്റെ അയ്യപ്പൻ എന്താ ഇവനോട് കനിയാത്തത്? ഇവൻ എഴുന്നേറ്റ് നടക്കാത്തത് പോട്ടെ, ഇവന്റെ രണ്ടു കാലും ഒരുപോലെ ചലിപ്പിക്കാൻ കഴിയാത്തത് എന്താ? ചലിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോ തൊടുമ്പോ ചെറുതായിട്ട് സ്പർശനമൊക്കെ അറിയാം, പക്ഷേ ചലിക്കുന്നില്ല. ആ, അതാ ഇവളുടെ പ്രാർത്ഥനയുടെ ഗുണം. എന്തായാലും ഒരു കാലെങ്കിലും ചലിച്ചല്ലോ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് അതുപോലും ഉണ്ടായില്ലല്ലോ. അതിന്റെയൊക്കെ ബലത്തിലാണല്ലോ നിങ്ങൾ കണ്ണേട്ടിൽ നിന്ന് എല്ലാം എഴുതി വാങ്ങിച്ചത്. ഇയാൾ എഴുതി വാങ്ങിച്ചതല്ലടാ, ഞാൻ ഇയാളുടെ പേരിലെല്ലാം എഴുതി വെച്ചതാ. അത് ഇനിയും ചെയ്യും. എന്റെ കമ്പനി ഭരിക്കാൻ പോകുന്നത് ഇനി ഇയാൾ തന്നെയാ. ഇയാളുടെ കീഴില് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്താൽ മതി. എനിക്കിനി എന്റെ രണ്ടു കാലും ചലിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നെ എവിടേക്ക് കൊണ്ടുപോകാനും ഒരാളുണ്ട് എനിക്ക് കൂട്ടായിട്ട്. എന്തായാലും മരുന്ന് മാറ്റിത്തന്ന് ഇയാൾ എന്റെ കാലിന്റെ സ്വാധീനം ഇല്ലാതാക്കി കളയില്ല. ഇയാളുടെ മനസ്സുള്ള ഒരാള് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് കൂടുതലാരും ഒന്നും സംസാരിക്കത്തേ നല്ലത്. പറഞ്ഞത് കേട്ടില്ലേ, അവരെ കൊല്ലാൻ ചെന്ന ഗുണ്ടകളിപ്പോ ഹോസ്പിറ്റലുണ്ടെന്ന്. മാർക്കോ തല്ലി ചതച്ച് അവന്മാരെ അവിടെ കൊണ്ടുപോയി ഇട്ടതായിരിക്കും. ഇനി അവനെപ്പോഴാ നമ്മളെയൊക്കെ തേടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അവൻ തരുവാണെങ്കിൽ നിന്ന് കൊള്ളണം. എന്താ അവനെ പോലെ ഒരാണല്ലേ ഉണ്ണിയേട്ടൻ? എന്നുവെച്ച് ഇവൻ ഗുണ്ടയൊന്നും അല്ലല്ലോ മോളെ. ഗുണ്ടയല്ലെങ്കിലും ഒരാള് തല്ലാനായിട്ട് വന്നാ അയാളോട് പൊരുതി നിൽക്കാൻ ആരോഗ്യം വേണ്ടേ അമ്മയുടെ മോന്? ഇത് ആഹാരം ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ശരീരം അനക്കുന്നില്ല. അങ്ങനെയുള്ളവര് മസിലന്മാരെ പേടിച്ചേ പറ്റൂ. ആ ഡോർ ലോക്ക് ചെയ്തേക്ക്. സൂക്ഷിക്കണേ കണ്ണേട്ടാ.
കീ ഹോളിൽ കൂടെ ഒക്കെ നോക്കും. മേഘൻ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കിയ പോലെ. അറിയാം. അതുകൊണ്ട് എന്റെ ഇടതുകാല് പോലും ഞാൻ ചലിപ്പിക്കില്ല. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം കനിഞ്ഞത്. ഇനി നമ്മളായിട്ട് ദൈവം തന്ന ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കരുത്. കണ്ണേട്ടൻ ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാ ഈ വീടിനകത്തുള്ളവര്. പിന്നെ ആ മേഘനൊക്കെ. അവർക്കൊക്കെ കണ്ണേട്ടന്റെ കാലിന് ചലനശേഷി തിരിച്ചു കിട്ടുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യവാ. അത് മനസ്സിലാക്കിയിട്ട തോമസ് സാറ് ഉടനെയൊന്നും ഈ സത്യം അറിയാൻ പാടില്ലാത്തവരറിയരുതെന്ന് പറഞ്ഞത്. എന്തായാലും 41 കഴിയുന്നതോടെ മല ചവിട്ടണം. എരുമേലി വഴി നടന്നു തന്നെ പോണം. അങ്ങനൊരു വാശി എന്തിനാ കണ്ണേട്ടാ? ഇത്തവണത്തെ യാത്ര ഡോളിയിലായിക്കൂടെ? പാടില്ലടോ. തോമസ് സാറിന്റെ ചികിത്സ എന്നെ രക്ഷിച്ചത്. എന്നാ അതിനൊപ്പം തന്നെ താൻ മുറുകെ പിടിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും ശരി, വളരെ സാവകാശം എരുമേലി വഴി എനിക്ക് സന്നിധാനത്തെത്തണം. കാട് വഴിയോ? അത് അയ്യപ്പനെ കാണാനാ. കുറെ നാളായിട്ട് നമ്മളെ കൊല്ലാനായിട്ട് ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ നമ്മളെ രക്ഷിച്ച സ്വാമി പിന്നെ മല ചവിട്ടുമ്പോ നമ്മളെ കാണാതിരിക്കോ? നിഴലായി നമ്മുടെ കൂടെ വരാതിരിക്കോ? ഇനി നമ്മുടെ ദിവസങ്ങളാണ് മഹി, നമ്മൾ സ്വപ്നം കണ്ട ദിവസങ്ങൾ. അയ്യപ്പസ്വാമിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാ ഞാൻ ആഗ്രഹം പറയും. അടുത്ത മല ചവിട്ടുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കാൻ കഴിയണേന്ന്. ക്രിസ്മസ് ആഘോഷമാക്കാൻ ടോപ്പ് സിംഗർ കുട്ടിപ്പട്ടാളവും മ്യൂസിക്കൽ വൈഫ് വീട്ടമ്മമാരും ഒന്നിക്കുന്ന ആഘോഷരാവ് മഹാസംഗമം ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം 6:30. മേഘണ്ണ, മേഘണ്ണ, ഇവിടെ ഇവിടെ മേഘണ്ണ. വിട്ടല്ലേ? വിട്ടടാ. പുറത്ത് കടന്നു ജയിൽ ജീവിതമൊക്കെ ആസ്വദിച്ചിട്ട്. അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അണ്ണ. ഒരു കുഴപ്പമില്ലായിരുന്നടാ. നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നടാ. എന്നാലും വലിയ ചതിയായി പോയല്ലോ അണ്ണ. അണ്ണൻ എന്തൊക്കെ തരികട കാണിച്ചിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ അകത്ത് വേണ്ടി വന്നിട്ടില്ലല്ലോ അണ്ണ. ഞാനന്ന് ഒതുങ്ങിയപ്പോഴാ എനിക്കതിനുള്ള യോഗം ഉണ്ടായത്. എന്റെ ഭാവി തകർക്കാനായിട്ട് ഒരുത്തി അവതരിച്ചു. ദേവിയുടെ പേരുമായിട്ട് മഹാലക്ഷ്മി. അവളാണ് എന്റെ ജീവിതത്തെ കാർന്നു തിന്നത്. ഇപ്പൊ ജയിലിൽ കിടന്നത് എന്റെ മുറപ്പെണ്ണെന്നെ വിട്ടുപോയതിന്റെ അപ്പുറമൊന്നും അല്ല എനിക്ക്. ഇപ്പൊ ജയിലിൽ കിടന്നതിനേക്കാളും വലിയ ദുരന്തം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞടാ. ഓർമ്മ വെച്ച നാള് മുതല് എന്നെ സ്നേഹിച്ച എന്റെ മുറപ്പെണ്ണെന്നെ വിട്ടുപോയപ്പോ തന്നെ ഞാനങ്ങ് മരിച്ചടാ. അങ്ങനെ ചത്ത് ജീവിക്കുന്നവന് മറ്റുള്ളവരെ കൊല്ലാനുള്ള ആവേശം അങ്ങ് കൂടോടാ. അത് ഞാൻ ചെയ്തോളാം. നീ വേഗം വണ്ടി എടുക്ക. എത്തിയോ? പെണ്ണ് കേസ്, കഞ്ചാവ് കേസ്, ഉള്ള മാനം പോയല്ലോടാ. ഇപ്പൊ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാ. സ്വന്തം പെങ്ങളുടെ ഭാവി പോലും കളഞ്ഞില്ലേടാ.
വന്നോ? ആ എത്തി. പുന്നാര മോൻ ജയിൽ പുള്ളി. അങ്ങനെയൊന്നും പറയാതമ്മേ. അതിന് അധിക ദിവസമൊന്നും ഞാൻ ജയിലിൽ കിടന്നില്ലല്ലോ. ഒരു ദിവസം കിടന്നാലും ജയിൽ പുള്ളി തന്നെയാ. എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ തലങ്ങും വിലങ്ങും ഉപദേശിച്ചായി അവനെ. പക്ഷെ കേക്കണ്ടേ? കേക്കില്ല. ആര് പറഞ്ഞാലും കേക്കില്ല. എനിക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണുന്നത് വരെ ഞാൻ ഈ ശൈലി തുടരും. തുടർന്നോ. എടാ മോനെ, ഇതിനേക്കാളും പ്രതികാര ബുദ്ധിയോടെ നടന്നവനാ ഞാൻ. അന്നൊക്കെ വിജയങ്ങൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മഹാലക്ഷ്മി എന്ന് കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് തൊട്ട് അടിപടല ഇളകിക്കൊണ്ടിരിക്കുക. അവളെ കണ്ണന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ? അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. എടാ, അവളൊരു സാധാരണ പെൺകുട്ടിയല്ല. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയിട്ട് അവളുമായിട്ട് ഒരു രമ്യതയിൽ പോകുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെയെങ്കിൽ നിനക്കിഷ്ടപ്പെട്ട ജോലിയൊക്കെ കണ്ണൻ തിരിച്ചു തരും. പിന്നെ തരും. കണ്ണനെ പഠിക്കുന്ന കാലം മുതൽ ഇവനേക്കാളും ഉണ്ണിയേക്കാളും ഒക്കെ മിടുക്കനായിരുന്നു. അവന് ബുദ്ധി കൂടുതലാ. അതുകൊണ്ടേ പെട്ടെന്ന് സ്വഭാവം മാറിയെന്നും പറഞ്ഞേ അങ്ങോട്ട് ചെന്നാലേ അവനെല്ലാം വിശ്വസിച്ച് ഇവനെ 2 കൈ നീട്ടി സ്വീകരിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ അതേപ്പറ്റിയൊന്നും അല്ല അച്ഛനും മോനും ചിന്തിക്കേണ്ടത്. ഇവളുടെ ഭാവിയെ പറ്റിയാ. ഓ, എന്തോന്ന് ഭാവി? അച്ഛനെ ഞാൻ ഇവിടെ നല്ലോണം ഉപദേശിച്ചതാ, കണ്ണനെ വിട്ട് കളയരുതെന്ന്. എന്നിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുത്തനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇവള് ഒഴിഞ്ഞു നടക്കല്ലായിരുന്നോ? അത് ഇവൾക്ക് പറ്റിയ ഒരു തെറ്റാ. അതൊരു തെറ്റാണെന്നേ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാളെ എനിക്ക് ആവശ്യമില്ല. ഇനി ആവശ്യം ഉണ്ടേലും നമ്മുടെ ആഗ്രഹം നടക്കത്തില്ല മോളെ. കാരണം മഹാലക്ഷ്മി മഹായക്ഷിയെ പോലെ അവനെ വരഞ്ഞു മുറുകി നിൽക്കുക. ഇനി അവളെ വിട്ടിട്ട് അവൻ മറ്റാരെയെങ്കിലും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ മോൻ ജയിലിൽ നിന്ന് വന്നതല്ലേ, കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരമൊക്കെ കഴിച്ച് അടുത്ത ജയിലിലേക്ക് പോകാനുള്ള വകുപ്പുണ്ടാക്കും. അല്ലാതെ നിന്റെ കുരുട്ടു ബുദ്ധി കൊണ്ട് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വീട്ടിനകത്തോട്ട് വന്നാലേ ഇതാണ് അച്ഛനും അമ്മയും പറയുന്നത്. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ? സ്വാമി ശരണയ്യപ്പോ, സ്വാമി ശരണയ്യപ്പോ, സ്വാമി ശരണയ്യപ്പോ, അയ്യപ്പ കാത്തോണേ. സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമി ശരണമയ്യപ്പോ, സ്വാമി ശരണമയ്യപ്പോ, സ്വാമി ശരണമയ്യപ്പോ, സ്വാമി ശരണമയ്യപ്പോ. ശത്രുക്കളിൽ നിന്ന് എന്റെ ഭർത്താവിനെ ഏട്ടനെ ഏട്ടത്തെയും കാത്തു രക്ഷിക്കണേ ഭഗവാനെ. എന്റെ കണ്ണേട്ടന് ഒരു ക്ഷീണവും ഇല്ലാതെ നടന്നു മലകയറാൻ ശക്തി നൽകണേ എന്റെ അയ്യപ്പ സ്വാമി. സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ, ഭഗവാനെ.
അതെ സാഗരേട്ടാ, മാർക്കോയും ലോപ്പസും ഒക്കെ കൂടെ ഉണ്ടെങ്കിലും സാഗരേട്ടൻ കണ്ണേട്ടനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അത് പിന്നെ കൊടുക്കാതിരിക്കൂ. അതുകൊണ്ടല്ലേ ഞാനും കൂടെ പോവാന്ന് വെച്ചത്. കണ്ണേട്ടന് ആവേശത്തില. വീട്ടിനകത്ത് ഇപ്പോഴും വീൽ ചെയറിലല്ലേ സഞ്ചാരം. മലയ്ക്ക് പോകുമ്പോ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വസ്ഥമായിട്ട് നടക്കാമല്ലോ. ആരും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പരിചയക്കാരൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാ ശബരിമല. അതുകൊണ്ടേ മാസ്ക് ഒക്കെ വേണോന്ന് ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തലക്കെട്ടൊക്കെ കെട്ടിയാ ആളെയൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. പിന്നെ മറച്ചു പിടിക്കാൻ നിങ്ങളെല്ലാരും കൂടെ ഉണ്ടല്ലോ. എന്തായാലും ഇത്തവണ സാറിനെ മല കയറ്റണം. പക്ഷെ എരുമേലിയിൽ നിന്ന് നടന്നു പോകുന്നതാ കഷ്ടം. ഒരുപാട് നടക്കാനില്ലേ? അതൊന്നും സാരമില്ല. അയ്യപ്പ സ്വാമി കണ്ണൻ സ്വാമിയെ അവിടെ എത്തിച്ചിരിക്കും. അല്ല, കണ്ണൻ സ്വാമിയോ? ആ, മാലയിട്ട് കഴിഞ്ഞാ പിന്നെ സാറല്ലല്ലോ, സ്വാമിയല്ലേ. പോ. ദൈവമേ, ചെരുപ്പ് ഇവിടെ ഊരിടാം. ആരൊക്കെ വരുന്നേ നോക്കി. ഓ, ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു അവരാണല്ലോ മാലയിട്ട് ഇറങ്ങിയപ്പോ വരുന്നത്. സ്വന്തം അമ്മയെ കാണരുതെന്ന് മകൾ ആഗ്രഹിക്കുകയാണോ? എന്തിനാ സാഗരേട്ട കാണുന്നേ? കണ്ടു കഴിഞ്ഞ പറയുന്നത് മുഴുവൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഓ, ഒരുത്തനെയും കൊണ്ടുവന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ആ വരവത്ര പന്തിയല്ലല്ലോ. വല്ലതും പറയണമെങ്കിൽ ഒന്നും മിണ്ടണ്ട. എന്തിനാ മിണ്ടാതിരിക്കുന്നേ? ഇത് ക്ഷേത്രമുറ്റവാ, അല്ലാതെ അവരുടെ തറവാട് സ്വത്തൊന്നും അല്ല. എന്തിനാടി ഞങ്ങള് വന്നപ്പോ തന്നെ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ, അമ്മ മുൻകൂട്ടി ഒന്ന് പറയാത്തെന്താ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്? എങ്കിൽ ഞങ്ങളെ അമ്മ ഇവരും വന്നിട്ടേ വരത്തുള്ളായിരുന്നു. അല്ലെങ്കിൽ വന്നെന്നറിഞ്ഞോണ്ടേ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കായിരുന്നു. ഇനി തൊഴുതിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അമ്മേ. ആ, അത് തന്നെ ഇപ്പൊ ഞാൻ സാഗരേട്ടനോടും പറഞ്ഞത്. ഞങ്ങള് തൊഴുതതിന്റെ ഫലം ഒക്കെ പോയെന്ന്. അതും ശബരിമലയിൽ പോവാനായിട്ട് മാലയിടാൻ വന്നത് സാഗരേട്ടൻ. ഓ, ഇവനും മലയ്ക്ക് പോകുന്നുണ്ടോ? എന്തിനാടാ ഇത്രയും ദൂരം പോയി ദൈവങ്ങളെ വിഷമിപ്പിക്കുന്നേ? ഞാൻ ദൈവങ്ങളെ വിഷമിപ്പിക്കാനല്ല, എല്ലാവർക്കും നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കാനാ പോകുന്നത്. അതെ അതെ, എന്ന് വെച്ചാ അത്രയും പൊന്നാണല്ലോ നിന്റെ മനസ്സ്. എന്തായാലും എന്റെ ആങ്ങളെക്കാളും ആ മേഘനേക്കാളും ഒക്കെ നല്ല മനസ്സാ. എടി, മേഘേട്ടൻ കൂലിക്കെടുത്തിരുന്നല്ലേ ഇവനെ? മഹാലക്ഷ്മി നിന്റെ ഏട്ടനെയും തമ്മിൽ തെറ്റിക്കാൻ കുടുംബം കലക്കുന്ന ഒരുത്തനാ ഇവൻ. പിന്നെ എങ്ങനെ ഇവനൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാനാ? എന്തായാലും ഇപ്പൊ നന്നായിട്ട് എന്റെ സാഗരേട്ടൻ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നീ നോക്കിക്കോടി, നീയുമായിട്ടുള്ള ഇവന്റെ ജീവിതം മടുക്കുമ്പോ ഇവൻ നിന്നെ കളഞ്ഞിട്ട് പോവടി. അവസാനമേ നിനക്ക് ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ തല വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നോക്കിക്കോടി. എനിക്കും സാഗരേട്ടനുമേ നല്ല ജോലി വാഗ്ദാനം ചെയ്തതാ കണ്ണേട്ടനും ഏട്ടത്തിയൊക്കെ. ആ നേരത്ത് ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കാനാ തീരുമാനിച്ചേ. അന്യന്റെ വിയർപ്പിന്റെ പങ്കുപറ്റാൻ നടക്കുന്നത് അമ്മയുടെ മോനും അനന്തരവനുമാ. അവരാ സമ്പത്തിന്റെ പിന്നാലെ നടക്കുന്ന. സാഗരേട്ടനും ഒരു സമയത്ത് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ടാ കണ്ണേട്ടിന്റെ സ്വത്തും പണമൊന്നും വേണ്ടാന്ന് സാഗരേട്ടൻ എന്നോട് പറഞ്ഞത്. ആ, ബുദ്ധിയുള്ള കുറുക്കൻ അങ്ങനെയാടി. ആദ്യം മാന്യത കാണിക്കും, പെണ്ണിന്റെ വിശ്വാസം പിടിച്ചു പറ്റും, എന്നിട്ട് അവളെ തേച്ചിട്ട് പോവുകയും ചെയ്യും.
എന്റെ ആങ്ങളെയാണെങ്കിലും പറയുക, എന്റെ ഏട്ടൻ നിങ്ങളെ തേച്ചിട്ട് പോവാതിരുന്നാ കൊള്ളാം. എന്നെ തേച്ചിട്ട് പോയാ എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ടടി. എന്നാ കേട്ടോ, സാഗരേട്ടൻ എന്നെ വിട്ടുകളഞ്ഞാലും എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ട്, എന്റെ കണ്ണേട്ടന്റെ വീട്.